ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നത് ഒരു പരീക്ഷണവുമായാണ്. എന്താണെന്നല്ലേ? ഫോയിൽ എംബോസിംഗ്. അതാണ് ടെക്നിക്കിന്റെ പേര്. അലൂമിനിയം ഫോയിൽ പ്ലേറ്റ് കൊണ്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫോയിൽ പ്ലേറ്റ് നിവർത്തിയെടുക്കണം കേട്ടോ. ഫോയിൽ എംബോസിംഗ് എന്ന പേര് കേട്ടപ്പോൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ഏയ്, അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. സംഭവം എന്നാണെന്ന് വെച്ചാൽ അലുമിനിയം ഫോയിൽ പ്ലേറ്റിൽ ഒരു പിക്ചർ വരയ്ക്കുന്നു, പിന്നെ അത് ഒരു 3D എഫക്റ്റ് ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ. എങ്ങനെയെന്നല്ലേ? ആദ്യം പ്ലേറ്റിൽ പടം വരച്ചെടുക്കുന്നു, എന്നിട്ട് അത് രണ്ട് സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് ഒരു 3D വർക്ക് ആക്കുകയാണ്. അതിന് നന്നായി അമർത്തി പടം വരച്ചിട്ട് പ്ലേറ്റ് തിരിച്ചു വെച്ച് ബാക്ക് സൈഡിൽ നിന്ന് വരച്ചതിനുള്ളിൽ കൂടെ അലൂമിനിയം ഫോയിൽ പ്ലേറ്റ് പ്രസ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിർത്തുന്നു. എന്നിട്ട് തിരിച്ചു വെച്ച് വരച്ചത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഞാനിവിടെ ഒരു കപ്പിൾസിനെയാണ് വരച്ചെടുത്തത്. കപ്പിൾസിനെയൊക്കെ വരച്ചതല്ലേ, അവർക്ക് പറ്റിയ 2 ഡയലോഗും കൂടെ എഴുതാമെന്ന് കരുതി. ഡയലോഗ് ഈ ടെക്നിക്കിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓർത്തു ഒരു കാർഡ്ബോർഡിൽ ഇത് വെച്ച് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കാമെന്ന്. അങ്ങനെ വരച്ച് റെഡിയാക്കിയ കപ്പിൾസിനെ ഒരു കാർഡ്ബോർഡിലേക്ക് മാറ്റുകയാണ്. അതിന് കാർഡ്ബോർഡ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ടത് കളർ ചെയ്തു. നിങ്ങൾ ഓർക്കും, പേപ്പർ എന്തിനാ ഒട്ടിച്ചത്? കാർഡ്ബോർഡിൽ അങ്ങ് കളർ അടിച്ചാൽ പോരായിരുന്നോ എന്ന്. അത് കാർഡ്ബോർഡിൽ കളർ അടിച്ചാൽ ഉദ്ദേശിച്ച കളർ കിട്ടണമെന്നില്ല. മാത്രമല്ല, ഒത്തിരി കളർ വേണം താനും. കാർഡ്ബോർഡ് കുറച്ച് കളർ വലിച്ചെടുക്കും. പേപ്പറിലാണെങ്കിൽ കുറച്ച് കളർ കൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ റെഡിയാക്കാം. പിന്നെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ചെറിയ പീസ് കട്ട് ചെയ്ത് 4 സൈഡിലും ഒട്ടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കളർ ആ കാർഡ്ബോർഡിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ. ഇവിടെ ഇഫ്താർ കിറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന കാർഡ്ബോർഡാണത്. നല്ല ഭംഗിയുള്ള കോട്ടിംഗ് ആയിരുന്നത് കൊണ്ട് ഞാൻ അത് തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. കപ്പിൾസിനെ പറ്റിയ ഡയലോഗൊക്കെ തപ്പിയെടുത്തു. എന്താണെന്നല്ലേ? മറ്റുള്ളവർ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത് നീ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നൊരു ബൈബിൾ വാക്യമില്ലേ? അത് ഞാൻ ഇവിടെ ഉപയോഗിച്ചു. അതായത്, നമ്മുടെ പങ്കാളി നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ പങ്കാളിയെ നമ്മൾ പരിപാലിക്കുക. അത് തന്നെ. അപ്പോൾ പിന്നെ ആരും പങ്കാളിയോട് ദേഷ്യപ്പെടില്ല, വെറുതെ വഴക്കുണ്ടാക്കില്ല, പൊന്നുപോലെ കൊണ്ടു നടന്നേനെ അല്ലേ? എൻ്റെ പങ്കാളി എന്നോട് എന്നും വഴക്കായിരിക്കണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമ്മൾ അവരോട് എന്ത് ചെയ്യണം? വളരെ കെയർ ചെയ്ത് സ്നേഹത്തോടെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം അല്ലേ? അത് തന്നെ. എങ്ങനെയുണ്ട് ഡയലോഗ്? കൊള്ളാവോ? പിന്നെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ പോരട്ടെ. ബായ്.